അങ്ങനെ ആസ് പെർ ഓൾ അവർ പ്രൊഡിക്ഷൻസ് സായി പണപ്പെട്ടി എടുത്തിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. 5 ലക്ഷമാണ് ആ പണപ്പെട്ടിയിൽ ഉണ്ടായത്. സായി അതെടുത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തതാണ് നന്ദന പണപ്പെട്ടി എടുക്കും. പക്ഷേ നന്ദന ഔട്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തത് പണപ്പെട്ടി എടുക്കാൻ കൂടുതൽ ചാൻസ് സായിയുടെ തന്നെയാണ്. പക്ഷേ സായിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ആലോചിക്കാനും കാര്യങ്ങൾക്കുമായിട്ട്. കൂടി വന്നൊരു 10 മിനിറ്റിൽ സായി ആ ടാസ്ക് അവസാനിപ്പിച്ച് പണപ്പെട്ടി എടുത്ത് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ആക്ച്വലി സായി ചെയ്തതൊരു മണ്ടത്തരമാണോ? കാരണം കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയ എമൗണ്ട് വരുമായിരുന്നോ? അതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പം നിലവിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മണി ബോക്സും കൂടി വെക്കുന്നുണ്ട്. അത് എന്തായാലും 5 lakhs മേലെ, അത് ഓൾമോസ്റ്റ് 10 lakhs അടുത്തൊക്കെ വരുന്ന ഒരു പണപ്പെട്ടി ആയിരിക്കാം. അത് ഒരാൾക്കും കൂടി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, അതേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ സായിയുടെ ഈ തീരുമാനം ആക്ച്വലി ഗുഡാണ്. കാരണം സായിക്ക് നിലവിൽ വോട്ടിങ് കുറവാണ്. അപ്പോൾ എന്തായാലും ഒരു വിന്നർ മെറ്റീരിയൽ ആകാനുള്ള ഇതും സായിക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നല്ലതായിരുന്നു. പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തതിന് കുറച്ചും കൂടി നല്ലൊരു എമൗണ്ട് എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. പക്ഷേ എന്തായാലും അറിയില്ല, ഇനി മേ ബി സായി ഈ പണം നന്ദനയ്ക്കാണോ കൊടുക്കാൻ പോണതെന്ന് നമുക്കറിയില്ല. എന്തായാലും സായി പുറത്തിറങ്ങിയിട്ട് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉണ്ടാവും. അതെന്തായാലും നമുക്ക് കേൾക്കുമ്പോൾ ഏകദേശം സായിയുടെ ഐഡിയ എന്തായിരുന്നു, സായിയുടെ തോട്ട് എന്തായിരുന്നു എന്ന് മനസ്സിലാവും. നമുക്കത് നോക്കാം. പിന്നെ പണപ്പെട്ടി എടുത്തതിന് മോശമായി പറയുന്ന കുറേ പേരുണ്ട്. അവരോടെല്ലാം പറയുന്നത്, ഇങ്ങനെ മണി ബോക്സ് എടുക്കുന്നത് ഇതിലൊരു ടാസ്ക്കാണ്. അത് എടുത്തതൊരു വലിയ തെറ്റൊന്നും അല്ല. നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറാവുന്നൊരു സംഭവമാണ് ഈ മണി ബോക്സ്. അത് നമുക്ക് നാദ്രയുടെ കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഇവിടെ സായി എടുത്തത് നല്ല കാര്യം തന്നെയാണ്. കാരണം സായിക്ക് എന്തായാലും വിന്നർ ആവാനുള്ള അത്രയും ഒരു ഹ്യൂജ് സപ്പോർട്ട് പുറത്തില്ല. പിന്നെ സായി എന്തായാലും ഒരു വൈൽഡ് കാർഡായിട്ട് വന്നതാണ്. സായിയുടെ ഗെയിം അത്രത്തോളം ഭയങ്കര മാസമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് സായിക്ക് ഈ പണപ്പെട്ടി ഇപ്പോൾ എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്നത് കഴിഞ്ഞ സീസണിൽ, അതായത് സീസൺ 5 7 lakhs ആണ് നാദ്ര എടുത്തുകൊണ്ട് പോയത്. ഇവിടെ ഇപ്പോൾ 5 lakhs മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി തിങ്ക് ചെയ്തിട്ട് എടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനാണ് എല്ലാവരും പറയുന്നത്. അല്ലാണ്ട് അതൊരു തെറ്റൊന്നും അല്ല. പിന്നെ സായി മറ്റേ ആപ്പിൾ കടിച്ചുകൊണ്ടാണ് പണപ്പെട്ടി എടുക്കാൻ പോയത്. അത് മറ്റേ ബ്ലെസ്ലിയുടെ കോപ്പി ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, മേ ബി സീസൺസ് കണ്ടതിൻ്റെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആ ഒരു കുറേ നേരമായി സായി ഇതിന് ചുറ്റും നടന്ന് നോക്കുന്നുണ്ട്, ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയായിരുന്നു സായി. അപ്പോൾ അത് അവിടെ പോയി ഇരുന്ന് ഒന്നും കൂടി പണപ്പെട്ടി നല്ല രീതിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് നടന്ന് വന്ന് പതിയെ സായി ആ പെട്ടി തൊടുക. പെട്ടിയിൽ തൊട്ടാൽ പിന്നെ പെട്ടി എടുത്തുകൊണ്ട് പോവുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പെട്ടി തൊട്ടു, കിട്ടി. 5 ലക്ഷം കൊണ്ട് സായി പോയി. സായി ഇനി എപ്പോഴാണ് എയർപോർട്ടിൽ എത്തുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമുക്ക് പറയാം. എന്തായാലും സായിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. എല്ലാവരും സായി ഒരു റിവ്യൂവറായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂവർ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സായിയുടെ അടുത്തുനിന്ന് കേൾക്കാം. സത്യം പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ് എന്ന നിലയിൽ സായി ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കുറേ ആൾക്കാർ മാസമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം വളരെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും. സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഡിഫറെൻ്റ് ആയിരിക്കും. ആളെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ കാണുന്ന പോലെയുള്ള രീതിയിലായിരിക്കും നമ്മളവിടെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് നടന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം സായിയുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫാൻസ് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്തായാലും സായിയുടെ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള പോയിൻ്റ് ഓഫ് വ്യൂ, പുള്ളിയുടെ തോട്ട്, പുള്ളിയുടെ ഐഡിയാസ് എങ്ങനെയാണെന്ന് പുള്ളി തന്നെ പറയട്ടെ. അതാണ് കുറച്ചും കൂടി നല്ലത്.